വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ്, ചിന്തകളാണ്, പ്രബോധനങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വത്തിക്കാനിൽ വൈദികർക്ക് വേണ്ടി ഒരു കാര്യാലയമുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന കാര്യാലയമാണിത്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി നടത്തുന്നതാണ്. അവരുടെ ഒരു പ്ലീനറി അസംബ്ലിയിൽ പങ്കെടുത്തവരോട് മാർപ്പാപ്പ പറഞ്ഞ ചെറിയ ഒരു ഉപദേശമാണ്, സന്ദേശമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വൈദികർക്ക് അത് ഉപകാരപ്രദമെന്ന് ഞാൻ കരുതുന്നു. നമുക്കും വൈദികരെങ്ങനെയാണ് പോകേണ്ടത് എന്നത് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് വ്യക്തമാകും ഈ പ്രസംഗത്തിലൂടെ, സന്ദേശത്തിലൂടെ. ഇത് നടന്നത് ജൂൺ മാസം 6-ാം തീയതിയാണ്. ഈ കൊല്ലം ജൂൺ 6-ന്. നമ്മൾ ഈ കൊല്ലം 2-3 മാസം കടന്നുപോയി. ഈ 3 സുപ്രധാന മേഖലകളെക്കുറിച്ചാണ് മാർപ്പാപ്പ അന്ന് അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തത്, എന്തൊക്കെ ചെയ്യണമെന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ലതാണ്. വൈദികരുടെ തുടർ പരിശീലനം. വൈദികർക്ക് തുടർ പരിശീലനം കിട്ടേണ്ട കാര്യം 1, ദൈവവിളിയുടെ പ്രോത്സാഹനം. അത് പറഞ്ഞു. ഡീക്കന്മാരെക്കുറിച്ച് പറഞ്ഞു. ഇറ്റാലിയൻ ഭാഷയിലാണ് മാർപ്പാപ്പ സംസാരിച്ചത്. നമുക്ക് അത് വളരെ സിമ്പിളാണ്, പ്രാക്ടിക്കലാണ്, പ്രായോഗികമാകേണ്ടതാണ്, നടപ്പാകേണ്ടതാണ്. ആ കാര്യം കേൾക്കാം. അവിടെ പങ്കെടുത്ത എല്ലാവർക്കും മാർപ്പാപ്പ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തി അഭിവാദനങ്ങൾ അർപ്പിച്ചു. അതിനുശേഷം മാർപ്പാപ്പയുടെ സന്ദേശം ഇങ്ങനെയാണ്: ലോകമെമ്പാടുമുള്ള വൈദികരോടും ഡീക്കന്മാരോടും നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനും അവരോടുള്ള അടുപ്പം പ്രകടമാക്കുന്നതിനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്ന് പാപ്പ പറഞ്ഞു. പൗരോഹിത്യ മേൽക്കോയ്മ. മാർപ്പാപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രയോഗമാണ്. പുരോഹിതന്മാർ ഒരു മേൽക്കോയ്മ മനോഭാവം വെച്ച് പുലർത്തുന്നത്. ആത്മീയ ലൗകികത, അത് മാർപ്പാപ്പ എപ്പോഴും ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ്. മാർപ്പാപ്പയ്ക്ക് സ്വാഭാവികമായി ആത്മീയതയുടെ ഒരു പരിവേഷത്തിൽ ലൗകായികത്വം നമ്മുടെ കാര്യങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ അവിടുന്ന് അത് അപകടകരമാണ് എന്ന് മാർപ്പാപ്പ പറയുന്ന കാര്യം ഇവിടെയും ഒന്ന് സൂചിപ്പിച്ചു, പറഞ്ഞു വെച്ചു. 2 കാര്യങ്ങൾ. പുരോഹിതൻ മേൽക്കോയ്മ, ആധിപത്യം പുലർത്തേണ്ടവനല്ല. അവനാണ് എല്ലാം ചെയ്യുന്നത് എന്ന മട്ടിൽ ചെയ്യേണ്ടവനല്ല. എല്ലാവരോടും കൂടി ചെയ്യണം. അത് മാർപ്പാപ്പയ്ക്ക്, അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ 2 സിനഡ് നടത്തുന്നത്. സിനഡാലിറ്റി എന്നതിനെക്കുറിച്ച്, ഒന്നിച്ച് നടക്കുന്നതിനെക്കുറിച്ച്, ഒന്നിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച്, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, ഒന്നിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെക്കുറിച്ച്. ആ ഒരു ചൈതന്യത്തിലാണ് സഭ മുന്നോട്ട് പോകേണ്ടത്. വൈദികൻ അവിടെ ശുശ്രൂഷകനാണ്. നമുക്കറിയാം, പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന ആ ചിന്തയോടെ ജീവിക്കാൻ അദ്ദേഹം കിട്ടുന്ന അവസരം മുഴുവനും പുരോഹിതന്മാരോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ രേഖയിലും അത് എടുത്ത് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം വൈദികരും, എന്നാൽ മാർപ്പാപ്പ പറഞ്ഞു, ഇത് ഞാൻ പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വൈദികരും വളരെ ഔദാര്യത്തോടെ ദൈവത്തിൻ്റെ വിശുദ്ധ ജനതയുടെ നന്മയ്ക്കായി വിശ്വാസത്തിൻ്റെ അരൂപിയിൽ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചും പലപ്പോഴും അത്ര എളുപ്പമല്ലാത്ത ആത്മീയവും അജപാലനപരവുമായ വെല്ലുവിളികൾ നേരിട്ടുമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് മാർപ്പാപ്പ സമ്മതിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. അതുതന്നെയാണ് ശരിയും. പക്ഷേ മേൽക്കോയ്മ പുലർത്തുന്നവരുണ്ട്, ആധിപത്യ പ്രവണത വരുന്നുണ്ട്. അത് മാറ്റേണ്ട കാര്യമാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഞാനും ഈ നിങ്ങളുടെ ആ ചർച്ചയ്ക്ക് പ്രചോദകമാകട്ടെ എന്ന് കരുതി അത് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ചില കാര്യങ്ങൾ എൻ്റെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്.
ഒന്ന് വൈദികരുടെ തുടർ പരിശീലനത്തെക്കുറിച്ചാണ്. മാർപ്പാപ്പ പറഞ്ഞത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അടുത്ത നാളുകളിൽ ഇത് വളരെ പരിശീലനത്തിൽ എന്തോ കുറവുണ്ട് എന്ന രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ വൈദിക പരിശീലനത്തിൽ തുടർ പരിശീലനം ഒത്തിരി പറയുന്നുണ്ട്. 2016 അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പുരോഹിതനും യേശുവിനെ പിൻചെല്ലുന്ന ഒരു ശിഷ്യനാണ് എന്ന കാര്യമാണ് ആദ്യം ഓർക്കേണ്ടത്. പുരോഹിതൻ ഈശോയെ പിൻചെല്ലുന്ന ഒരു ശിഷ്യനാണ്. അവൻ വലിയ ഗുരുവായിട്ട് നിൽക്കേണ്ടവനല്ല, ശിഷ്യനാണ്. അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ എല്ലാ ക്രിസ്ത്യാനികളെയും പറയുന്നത് പ്രേക്ഷിത ശിഷ്യനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. പുരോഹിതനും ഈശോയെ പിൻചെല്ലുന്ന ഒരു ശിഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിശീലനവും തുടർന്നുകൊണ്ടിരിക്കണം എന്നാണ് അതിൻ്റെ യുക്തി മാർപ്പാപ്പ പറയുന്നത്. നാം ജീവിക്കുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് എന്നത് ഈ കാര്യം ഏറെ പ്രസക്തമാക്കുന്നു, ഏറെ പ്രാധാന്യത്തോടെ ചെയ്യാൻ കടപ്പെടുത്തുന്നു, തിടുക്കമുണ്ടാക്കുന്നു, അടിയന്തര സ്വഭാവകരമായി അത് മാറുന്നു. അവിടെ നാം ഉത്തരം പറയേണ്ട പുത്തൻ ചോദ്യങ്ങളും സങ്കീർണമായ വെല്ലുവിളികളും എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപ്പറ്റി നമുക്ക് അവബോധം വേണം. നമ്മൾ ഉത്തരം കൊടുക്കണം, പുതിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം, സങ്കീർണമായ വെല്ലുവിളികളെ നാം നേരിടണം. അതുകൊണ്ട് എല്ലാ കാലത്തേക്കുമായുള്ള ഉറച്ച അടിത്തറകൾ പാകുന്ന സെമിനാരിയിലെ പരിശീലനം മതി എന്ന് സ്വയം തെറ്റിദ്ധരിക്കാൻ പാടില്ല. വൈദികരോട് മാർപ്പാപ്പ പറയുകയാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് സെമിനാരികളിൽ. 7 കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണല്ലോ അക്കാര്യത്തിലുള്ളത്. അതുകൊണ്ട് അത് മതി എന്ന് വയ്ക്കാൻ പറ്റില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് മതി എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നും പറയുകയാണ്. അത് പോരാ, പിന്നെയോ സെമിനാരിയിൽ നിന്നും കിട്ടിയവ ഉറപ്പിക്കാനും ബലപ്പെടുത്താനും വികസിപ്പിക്കാനും സാധിക്കണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അതാണല്ലോ വേണ്ടത്, അതാണ് തുടർ പരിശീലനം കൊണ്ട് നേടേണ്ടത്. അതിലൂടെ നാം നിസ്തന്ത്രമായ യാത്രയുടെ മനോഭാവത്തിൽ പക്വത നേടണം, അത് ആത്മീയമായി വളരണം, സുവിശേഷവൽക്കരണത്തിന് ചേർന്ന ഭാഷ കണ്ടെത്തണം. ഇന്ന് നമുക്ക് അവതരിപ്പിക്കേണ്ട ശൈലിയും ഭാഷയും നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മുടെ കാലത്തിലെ പുതിയ ചോദ്യങ്ങൾക്ക് ഫലപ്രദമായി ഉത്തരം നൽകാൻ സാധിക്കണം. അതാണ് പ്രധാനം. അതിനാണ് തുടർ പരിശീലനം. നമ്മുടെ കാലത്തിലെ പുതിയ ചോദ്യങ്ങൾക്ക് ഫലപ്രദമായി ഉത്തരം നൽകാൻ അതിനുവേണ്ടിയാണ്. ഒറ്റയ്ക്കായിരിക്കുന്നവൻ്റെ കാര്യം കഷ്ടമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് ബൈബിളാണ്, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളൊരു വചനമാണ് എടുത്ത് ഉദ്ധരിക്കുന്നത്. ഒറ്റയ്ക്കായിരിക്കുന്നവൻ്റെ കാര്യം കഷ്ടമാണ്. അവൻ വീഴുമ്പോൾ അവനെ പിടിച്ചുയർത്താൻ ആരുമുണ്ടാകില്ല. പ്രസംഗകൻ്റെ പുസ്തകം 4:10 വചനമാണിത്. വൈദികൻ്റെ കാര്യത്തിൽ ഇത് സുപ്രധാനമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവൻ്റെ യാത്ര ഒറ്റയ്ക്ക് നടത്താനാവില്ല. എങ്കിലും നിർഭാഗ്യവശാൽ മിക്കവാറും വൈദികർ ഒറ്റയ്ക്കാണ് എന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. അനുയാത്രയുടെ കൃപയില്ലാതെ വ്യക്തിപരവും അജപാലനപരവുമായ ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധമായ കടലിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു ലൈഫ് ബോയോ പോലുമില്ലാതെ ആയിപ്പോകുമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. തനിച്ചാണെന്ന ബോധമില്ലാതെയാണ് അവൻ്റെ യാത്ര. അതുകൊണ്ട് മാർപ്പാപ്പ ഇത് മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മെത്രാൻ, വൈദികർ, സമൂഹങ്ങൾ, ഇടയന്മാർ, സന്യാസികൾ, സമർപ്പിത സഹോദരീ സഹോദരന്മാർ, സംഘടനകൾ, മുന്നേറ്റങ്ങൾ, മൂവ്മെൻറ്റ്സാണ്. എല്ലാവർക്കുമിടയിൽ സഹോദര ബന്ധത്തിൻ്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് തുടർ പരിശീലനത്തിൻ്റെ മുൻഗണനാ മേഖലയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. എല്ലാവർക്കും സഹോദര ബന്ധത്തിൻ്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് എല്ലാവരും തമ്മിൽ മെത്രാൻ, വൈദികർ, സമൂഹങ്ങൾ, ഇടയന്മാർ, സന്യാസികൾ, സമർപ്പിത സഹോദരീ സഹോദരന്മാർ, സംഘടനകൾ, മൂവ്മെൻറ്റ്സ്, മുന്നേറ്റങ്ങൾ എല്ലാമായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഈ
മഹത്തായ സഭാകുടുംബത്തിൽ വൈദികർക്ക് സ്വന്തം കുടുംബത്തിലായിരിക്കുന്ന അനുഭവം ഉണ്ടാകണം. പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ വിഷമതകളിലൂടെ കടന്നു പോകാതെ എല്ലാവരും കൂടെ സഹകരിച്ച് ഒറ്റക്കെട്ടായി നീങ്ങാൻ ഇടയാകണം. ഒരു സ്വന്തം കുടുംബത്തിലായിരിക്കുന്ന അനുഭവം അവിടെ സൃഷ്ടിക്കപ്പെടണം. കാര്യാലയം എന്ന നിലയിൽ വൈദികർക്ക് വേണ്ടിയുള്ള കാര്യാലയമാണല്ലോ. നിങ്ങൾ ആഗോള ശൃംഖല ഉണ്ടാക്കുന്നതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. ഈ തരംഗം വ്യാപകമാക്കുവാൻ, ലോകത്താകെ പടർന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യുന്നതിന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അതിന് മേൽനോട്ടം വഹിക്കാനാണ് അവരോട് പറയുന്നത്. ഈ ശൃംഖല ശക്തിപ്പെടുന്നതിനും വൈദികർക്ക് പിന്തുണ കൊടുക്കുന്നതിനും വേണ്ടി ഭാവനാപൂർവം പ്രവർത്തിക്കുക എന്ന് അവരോട് മാർപ്പാപ്പ പറഞ്ഞു. അത് നിങ്ങളുടെ വലിയ ഒരു ദൗത്യമാണ്. അതാണ് നിങ്ങളുടെ ചെയ്യേണ്ടത്, സുപ്രധാനമാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതാണ് മാർപ്പാപ്പ വൈദികരുടെ തുടർ പരിശീലനം ഈ കാര്യാലയം ചെയ്യേണ്ടതും അതിൻ്റെ ന്യായം, കാരണം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വൈദികരും ഓരോ രൂപതയും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ദൈവവിളിയുടെ പ്രോത്സാഹനമാണ്. നമുക്കറിയാം, ദൈവവിളികൾ കുറയുന്നു. മാർപ്പാപ്പ തന്നെ പറയുന്നു, ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ പൗരോഹിത്യത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ വളരെയധികമായി കുറയുന്നുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഇത് ലോകമെമ്പാടുമുള്ള ദൈവജനം നേരിടുന്ന വലിയ വെല്ലുവിളിയായും മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. ചില രാജ്യങ്ങളിൽ അവ ഇല്ലാതായിട്ടുണ്ടെന്ന് കൂടി മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പ ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞത് വടക്കൻ ഇറ്റലിയാണ്. ലക്ഷ്യബോധത്തോടും ദൗത്യത്തോടുമുള്ള പ്രതിബദ്ധതയോടുമുള്ള കുടുംബജീവിത വിളിയും വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതാണല്ലോ ഇതിലേക്ക് പൗരോഹിത്യ ദൈവവിളികൾക്കും അല്ലെ സന്യാസ ദൈവവിളികൾക്കും കുറവുണ്ടാക്കാൻ കാരണം. ലക്ഷ്യബോധത്തോടെയുള്ള, ഇതിനാണ് വിവാഹം എന്നത് മനസ്സിലാകാതെ, ദൗത്യത്തോടും പ്രതിബദ്ധതയോടുമുള്ള കുടുംബജീവിത വിളിയും വലിയ പ്രതിസന്ധിയിലാണ് ഇന്ന് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതുകൊണ്ടാണ് മാർപ്പാപ്പ ദൈവവിളിക്കായുള്ള ഏറ്റവും അവസാനത്തെ ലോക പ്രാർത്ഥനാ ദിനത്തിനുള്ള സന്ദേശത്തിൽ എല്ലാ ക്രൈസ്തവേതര ദൈവവിളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തത്. ഞാനത് അവതരിപ്പിച്ചതാണ് ഇവിടെ. മാർപ്പാപ്പയുടെ ആഗോള ദൈവവിളി ദിനത്തിനായുള്ള ആ പ്രാർത്ഥനാ ദിനം, ആ ദിനത്തിനു വേണ്ടിയുള്ള സന്ദേശം. മാർപ്പാപ്പ അതുകൊണ്ട് എല്ലാ ദൈവവിളികളും എല്ലാ ജീവിതാന്തസ്സുകളെയും കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ കാരണം ഇതാണ്, കുടുംബജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ദൗത്യത്തെപ്പറ്റി വേണ്ടത്ര അവബോധമില്ലാതായിരിക്കുന്നു, പിന്നെ പ്രതിബദ്ധതയും കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്നിച്ച് പോകേണ്ടതാണ് എന്ന കാര്യമാണ് ഇവിടെ മാർപ്പാപ്പ പറയുന്നത്. അടിസ്ഥാന വിളി എന്നത് ജ്ഞാനസ്നാനത്തിൻ്റെ ഫലമായുള്ള ശിഷ്യത്വത്തിനുള്ള വിളിയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അവിടെ. അതാണ് മാർപ്പാപ്പ അവിടെ ചെയ്തത്. ഒന്നുകൂടി നമുക്ക് ഓർക്കാം. അടിസ്ഥാന വിളി, മനുഷ്യനെന്ന അടിസ്ഥാന വിളി എന്താണ്? ക്രൈസ്തവൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഫലമായുള്ള ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അമദിസായിലൂടെ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരുകയാണ്. ആ വിളി ശിഷ്യത്തിലേക്കുള്ള വിളിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും അവരുടെ ആ ദൗത്യം, ക്രൈസ്തവ വിളിയുടെ ആ ദൗത്യം മനസ്സിലാക്കുക പ്രധാനമാണ്. നിരവധി യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം എന്ന ചിന്ത അവരുടെ ചക്രവാളങ്ങളിൽ തന്നെ ഇല്ലാതായിരിക്കുകയാണെന്ന് പറഞ്ഞൊഴിയുവാൻ നമുക്കാവില്ല. നമ്മൾ പറയും, ഇന്ന് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമർപ്പണം പറ്റില്ല എന്ന് പറയുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് വളരെ വളരെ കൂടുതലാണ്. കുറച്ച് കാലത്തേക്ക് ഞങ്ങൾക്ക് സമർപ്പണം നടത്താൻ പറ്റും. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ കുറച്ച് കാലത്തേക്ക്, പറ്റുന്നിടത്തോളം കാലം എന്ന പ്രയോഗം. വൈദികരും അങ്ങനെ, എനിക്ക് പറ്റുമോ ജീവിതകാലം മുഴുവൻ സമർപ്പണം നടത്താൻ? അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം, അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നാം കൂട്ടായി ആലോചിക്കുകയും
ആത്മാവിൻ്റെ അടയാളങ്ങളോടെ ശ്രദ്ധ പുലർത്തുകയും വേണമെന്നാണ് മാർപ്പാപ്പ ഇവിടെ നമ്മോട് പറയുന്നത്. കൂട്ടമായിട്ട് ആലോചിക്കണം. ദൈവവിളികൾക്കായുള്ള പൊന്തിപ്പിക്കൽ പ്രവർത്തനങ്ങളിലൂടെ മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളാണ് ഈ ദൗത്യവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മാർപ്പാപ്പയ്ക്കുള്ള ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നവരാണല്ലോ അവിടെയുള്ള കാര്യാലയങ്ങളെല്ലാം, ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അപ്പോൾ അതിൽ ഈ കാര്യം കൂടി മാർപ്പാപ്പ പറയുകയാണ്, വൈദികർക്ക് വേണ്ടിയുള്ള കാര്യാലയം ഈ കാര്യങ്ങൾ കൂടി ഗൗരവപൂർവ്വം പരിഗണിക്കണം, വേണ്ടത് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാലഘട്ടത്തിന് ചേർന്ന വിധത്തിൽ ഒപ്പം പ്രാദേശിക സഭകളുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാനാകുന്ന നല്ല രീതികൾ അനുകരിച്ചുകൊണ്ട്, പലയിടത്തും നല്ലതൊക്കെ കാണും, അതെല്ലാം സമാഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ പുനർജീവിപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഉപദേശിക്കുന്നു മാർപ്പാപ്പ പറഞ്ഞു. കാര്യാലയത്തിന് കൊടുത്ത നിർദ്ദേശമാണ്. അപ്പോൾ ഇത് കാര്യാലയം ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകണം, വിശ്വാസികളുടെ എല്ലാം മനസ്സിൽ, എല്ലാ രൂപതയിലും എല്ലായിടത്തും പെട്ടവരുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണിത്. ഇത് നമ്മൾ നടപ്പാക്കേണ്ട കാര്യം കൂടിയാണ്. ഇത് സുപ്രധാനമായ ദൗത്യമാണെന്ന കാര്യം നാം മറക്കരുത് എന്ന് മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു, അവരോട് പറഞ്ഞു. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്, ദൈവവിളികളുടെ പ്രോത്സാഹനം. അത് പൗരോഹിത്യം മാത്രമല്ല, സമർപ്പണം മാത്രമല്ല, കുടുംബങ്ങൾ നേരെയാകാതെ നമുക്കറിയാം അതിൻ്റെ ദൗത്യത്തിൽ ഉറപ്പിക്കപ്പെടാതെ മറ്റൊന്നും മുന്നോട്ട് പോകില്ല. അതാണ് അടിസ്ഥാനം. മൂന്നാമത്തെ കാര്യം സ്ഥിരം ഡയക്കണൈറ്റ് എന്ന വിഷയത്തെ പറ്റിയാണ്. ഡീക്കൻ പദവി നമുക്കറിയാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഡീക്കൻ പദവി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് സഭയിൽ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേപ്പറ്റി മാർപ്പാപ്പ പറയുന്ന ആഗോള വ്യാപകമായി വളരെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വേണമെന്നും വേണ്ടെന്നും അതിൻ്റെ പോരായ്മകളും അതിൻ്റെ പരാതികളും എല്ലാം ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ പറയും, ഇന്നും സ്ഥിരം ഡീക്കന്മാരുടെ പ്രത്യേക സ്വത്വത്തെക്കുറിച്ച്, അവരുടെ ഐഡൻറ്റിറ്റി, അതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന മെത്രാന്മാരുടെ സിനഡിൻ്റെ സാധാരണ സമ്മേളനത്തിൻ്റെ ആദ്യ സെക്ഷൻ്റെ സമഗ്ര റിപ്പോർട്ടിൽ, കഴിഞ്ഞ കൊല്ലം നടന്ന സിനഡ്, ഈ സിനഡ് വീണ്ടും ആവർത്തിക്കുകയാണ്, വീണ്ടും രണ്ടാം ഘട്ടം നടക്കുകയാണ് ഒക്ടോബറിൽ. ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിരിക്കും. രണ്ടാം വത്തിക്കാൻ സിനോഡിന് ശേഷം ഡയക്കണൽ മിനിസ്ട്രി എന്തുമാത്രം നടപ്പാക്കി എന്ന കാര്യം വിലയിരുത്തണമെന്നാണ് ആ സിനഡിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഡീക്കന്മാരുടെ വിവിധ ചുമതലകളിൽ ഉപവിയുടെ ഡയക്കോണിയായും സാധുക്കൾക്കായുള്ള പ്രവർത്തനങ്ങളിലും കൂടുതൽ ഊന്നൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഡീക്കന്മാർ അവരുടെ മുഖ്യമായ ധർമ്മം ഡിയക്കോണിയ സർവീസാണ്, ഉപവിയുടെ പ്രവർത്തനങ്ങളാണ്. അതിൽ സാധുക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, അതെല്ലാം എങ്ങനെ പോകണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു കൃത്യമായ രൂപരേഖ ഉണ്ടാകണമെന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ ചിന്തകളും വികാസങ്ങളും നിങ്ങളുടെ കാര്യാലയത്തിൻ്റെ വലിയ ചുമതലയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വീണ്ടും ഒരു ഉത്തരവാദിത്തം വരികയാണ്. കാര്യാലയത്തിൻ്റെ പ്രവർത്തകരോടാണല്ലോ മാർപ്പാപ്പ ഈ സന്ദേശം നൽകുന്നത്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ എല്ലാ ശക്തിയോടും കൂടെ പ്രവർത്തിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. പലപ്പോഴും ഡീക്കന്മാരെ, സ്ഥിരം ഡീക്കന്മാരെ രണ്ടാം തരം വൈദികനായാണ് കണക്കാക്കുന്നത് എന്നതും മറക്കരുത്. രണ്ടാം തരം വൈദികൻ, ആ വൈദികൻ്റെ ഒരു രീതിയിൽ കാണുന്നു. അവർ അൾത്താരയിലായിരിക്കുമ്പോഴും കോൺസെലബ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായി തോന്നിപ്പിക്കുമ്പോഴുമാണ് ഇത് നടക്കുന്നത് എന്ന് പറയും. രണ്ടാം തരം വൈദികൻ, അവന് കുർബാന അർപ്പിക്കാൻ പറ്റില്ലല്ലോ, അനുവദിച്ചിട്ടില്ല. വേർഡ് ഓഫ് ഗോഡ് നടത്താനായിട്ട് സാധിക്കും, ദൈവവചന ശുശ്രൂഷ. ഡീക്കന്മാരുടെ സേവനം അനാഥർക്കും വിധവകൾക്കും വേണ്ടിയും സാമൂഹിക പ്രവർത്തനത്തിലും കാരിത്താസിലും ഉപവിയിലും
ഇടവക വൈദികരെ കുദാശകൾ പരികർമ്മം ചെയ്യുവാൻ സഹായിക്കുന്നതിലും ആകട്ടെ എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാണ്. അവർ അനാഥർക്കും വിധവകൾക്കും വേണ്ടി നിലകൊള്ളണം, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടണം, ഉപവിപ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടണം, ഇടവ വൈദികരെ കുദാശകൾ പരികർമ്മം ചെയ്യാൻ സഹായിക്കണം. ഡീക്കന്മാർക്ക് രണ്ടാം തരം വൈദികർ എന്ന ചിന്ത ഉണ്ടാകാതിരിക്കുന്നതിന് നിങ്ങൾക്ക് സാധ്യമായതെല്ലാം ചെയ്യുക. ഇത് രണ്ടാം തരം വൈദികരെന്ന നിലയിലല്ല, അവരുടെ ഐഡൻറ്റിറ്റി, സ്വത്വം കണ്ടെത്തണം, ചെയ്യുക. അല്ലാതെ രണ്ടാം തരം വൈദികരായി കാണുന്നത് ഒരു അപകടകരമാണ് എന്ന നിലപാടാണ് മാർപ്പാപ്പയ്ക്ക് ഉള്ളത്. അപ്പം ഇത് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നത്. നമുക്ക് അത് ഓർക്കാം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി. കൂടുതൽ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാർപ്പാപ്പ അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇത് മൂന്നും നമുക്കും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഡീക്കൻ മിനിസ്ട്രി അധികം തുടങ്ങിയിട്ടില്ല. അതേസമയം വൈദികരുടെ സംഖ്യ ശോഷണം വളരെ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശം പങ്കുവയ്ക്കാൻ ഇടയാകട്ടെ.